പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ഫെബ്രുവരി 3 തിങ്കളാഴ്ച. ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 41 മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. 44-ാമത്തെ വാക്യം: പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? സാഹചര്യം ഇതാണ്. യോഹന്നാൻ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ആരംഭത്തിൽ ബെത്സേദ കുളക്കരയിൽ കിടന്ന് തളർവാദ രോഗിയെ 38 വർഷമായി രോഗിയായി കിടന്ന് തളർവാദ രോഗിയെ യേശു സുഖപ്പെടുത്തുന്നു. അത് സാബത്ത് ദിവസമായിരുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന വിവാദമാണ്. യേശു സാബത്തിൽ രോഗശാന്തി നൽകിയത് ശരിയായില്ല, അത് സാബത്ത് നിയമലംഘനമാണ് എന്ന് തുടങ്ങുന്ന വിവാദം മൂർച്ഛിക്കുമ്പോൾ യേശു സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിനായിട്ട്, പക്ഷേ അത് സ്വീകരിക്കാൻ അവർക്ക് തയ്യാറാകുന്നില്ല, അവർക്ക് മനസ്സിലാകുന്നുമില്ല. യേശു ആ സാഹചര്യത്തിലാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ സാധിക്കും? പരസ്പരം മഹത്വം സ്വീകരിക്കുന്നവർക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പരസ്പരം മഹത്വം സ്വീകരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മഹത്വപ്പെടുത്തുക. എന്താണ് മഹത്വം? എങ്ങനെയാണ് മഹത്വപ്പെടുത്തുന്നത്? ഞാൻ വലിയവനാണ്, വലിയ ആളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി പറയുക. അതാണ് അന്നത്തെ അവരുടെ വേഷവിധാനങ്ങൾ, ആചാരമര്യാദകൾ, അഭിസംബോധന രൂപങ്ങൾ, പ്രത്യേകിച്ചും പരിസരയുടെ അതിനകത്തുണ്ടായിരുന്ന ഇതെല്ലാം മഹത്വത്തിൻ്റെ അടയാളമായി കണ്ടു. വലിയ ഇന്നും ഇതല്ലേ പ്രശ്നം. മഹത്വപ്പെടുത്തുക, പരസ്പരം മഹത്വപ്പെടുത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറയുക. അത് ദൈവം നൽകുന്ന മഹത്വം സ്വീകരിക്കാതെ സ്വയം മഹത്വപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ഈ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് ദൈവം സ്വയം മഹത്വപ്പെടുത്തുക? ദൈവത്തിൻ്റെ മഹത്വം ഏറ്റവും കൂടുതൽ വെളിവായത് കാലിത്തൊഴുത്തിലും കാൽവരിയിലുമാണ്. നോക്കുക, വലിയവനായവൻ ചെറിയവനായിട്ടാണ് മഹത്വപ്പെടുത്തുക. മഹത്വം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ അളവാണ്, സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിന് വേണ്ടി സാധിക്കുന്ന ത്യാഗത്തിൻ്റെ അളവാണ് മഹത്വം എന്ന് മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ പലപ്പോഴും മഹത്വപ്പെടുത്തുന്നത് നമ്മൾ വലിയ കെട്ടിടങ്ങളുണ്ടാക്കുന്നു, പെരുന്നാൾ ആഘോഷിക്കുന്നു, ആർഭാടങ്ങൾ, വേഷവിധാനങ്ങൾ, നമ്മുടെ ആശംസാ രീതികൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈറ്റിലുകൾ, ഇതെല്ലാം വലിയ മഹത്വം. എന്താ മഹത്വം? ഇപ്പോൾ ദൈവം നൽകുന്ന മഹത്വം അത് സ്നേഹത്തിൻ്റെ ആഴമാണ്. ഈ സ്നേഹമില്ലാതെ വലുതാവാൻ ശ്രമിക്കുമ്പോഴേക്കും ഉണ്ടാകുന്നത് മഹത്വമല്ല, വെറും സ്കാൻഡലായിത്തീരുന്നു, മറ്റുള്ളവർക്ക് പുച്ഛമായിത്തീരുന്നു. ഈ പീൽ വിടർത്തിയാടുന്ന മയിലിനെ പോലെയാകും പലപ്പോഴും മഹത്വ പ്രകടനം. മുമ്പിൽ നോക്കി മനോഹരമാണ്, പക്ഷേ പുറകെ നോക്കിയാൽ മഹാപുച്ഛം തോന്നും. അതുകൊണ്ട് മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മഹത്വം അന്വേഷിക്കേണ്ടത് ത്യാഗത്തിലൂടെയാണ്, സ്നേഹത്തിലൂടെയാണ്. യേശുവിനെ അനുകരിക്കുക, യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത് ഓർക്കുക. കാൽവരിയിലും അതുപോലെ കാലിത്തൊഴുത്തിലുമായിരുന്നു. സ്നേഹം എന്തുമാത്രം ആഴമുണ്ട്, അതിനുവേണ്ടി നമ്മൾ എന്തുമാത്രം സഹിക്കാൻ സന്നദ്ധമാവുന്നുണ്ട്, എന്തുമാത്രം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ തയ്യാറാവുന്നുണ്ട്. ഇതല്ലേ മഹത്വത്തിൻ്റെ അടയാളം. അതുകൊണ്ട് പരസ്പരം മഹത്വം അന്വേഷിക്കുക, വലിയവനാവാൻ ശ്രമിക്കുകയല്ല. നിങ്ങൾ ഏറ്റവും വലിയവൻ ശ്രമിക്കുന്നവൻ ഏറ്റവും എളിയവനായിരിക്കണം. യേശുവിൻ്റെ താഴെ തുടങ്ങുക. അപ്പോൾ യേശു നൽകിയ ഈ മഹത്വത്തിൻ്റെ മാതൃക, അത് സ്നേഹത്തിൻ്റെ മാതൃകയാണ്. കുരിശിൽ പ്രത്യക്ഷപ്പെടുന്ന മഹത്വത്തിൻ്റെ യേശുവിനെ കുരിശിൽ നിന്ന് മാറ്റിയിട്ടല്ല നമ്മൾ കുരിശിൻ്റെ മഹത്വം ആഘോഷിക്കേണ്ടത്. ക്രൂശിതനായവരും മഹത്വം കാണാനായിട്ട് ശ്രമിക്കണം. ആ കുരിശു മരണത്തിലൂടെയാണ് ഉത്ഥാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ദൈവം നൽകുന്ന മഹത്വം സ്വീകരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മഹത്വപ്പെടുത്തൽ ഒഴിവാക്കിയിട്ട് യഥാർത്ഥ മഹത്വം സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആഴത്തിലാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് കൃപ തൻ്റെ അന്നം തരട്ടെ. നിൻ വഴിയേ നടക്ക